എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 15-ാം തീയതി ശിവരാത്രിയാണ്. എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ. കുംഭമാസത്തിലെ ശിവരാത്രി മഹാശിവരാത്രി എന്നാണ് അറിയപ്പെടുന്നത്. ശിവരാത്രി വ്രതം എടുക്കാൻ അതിയായ ആഗ്രഹമുണ്ട്, പക്ഷേ രാത്രി ഉറങ്ങാതെ ഇരിക്കുന്നത് സാധ്യമല്ല. ജോലിക്കാരാണ്, നാളെ രാവിലെ ഓഫീസിൽ പോകണം എന്നുള്ളവർക്ക് ഒരു പ്രത്യേക സമയം പറഞ്ഞു തരാം. ആ സമയം വരെയെങ്കിലും ഉണർന്നിരിക്കുക കേട്ടോ. കാരണം പ്രപഞ്ചത്തിലെ ശക്തി വളരെ കൂടുതലുള്ള സമയമാണ് 15-ാം തീയതി രാത്രി മിഡ്നൈറ്റ് 12:15 മുതൽ രാത്രി 1:30 വരെ. ഈ സമയം വരെ ഉറങ്ങാതെ ഇരിക്കുക. പ്രത്യേകിച്ച് 12:15 മുതൽ 1:30 വരെ. ഈ സമയം വരെ മൊബൈൽ ഫോൺ നോക്കിയിരിക്കുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഇല്ല. ശിവരാത്രിക്ക് വൈകിട്ടുള്ള പൂജയാണ് പ്രാധാന്യം. ശിവക്ഷേത്രങ്ങളിലും അതേപോലെ തന്നെ ലിംഗം വെച്ച് വഴിപാട് ചെയ്യുന്നവരും വീട്ടിലാണെങ്കിലും ക്ഷേത്രത്തിലാണെങ്കിലും 4 കാല പൂജ നടക്കും. ആദ്യകാല പൂജ രാത്രി 7:30. ഇത് ബ്രഹ്മാവ് പരമശിവനെ വഴിപ്പെട്ട സമയമാണ്. 2-ാം കാല പൂജ 10:30. മഹാവിഷ്ണു മഹാദേവനെ വഴിപ്പെട്ട സമയവും. 12 മണിക്ക് 3-ാം കാല പൂജ അമ്പാള് മഹാദേവനെ വഴിപാട് ചെയ്ത സമയവും. 4-ാം കാല പൂജ പുലർച്ചെ 4 മണിക്ക്. ഇത് സിദ്ധകളും മനുഷ്യരും വഴിപെടുന്ന സമയമാണ്. ഇങ്ങനെ 4 കാല പൂജ നടക്കും. അതിലെ 3-ാം കാല പൂജയായിട്ടുള്ള ലിംഗോദ്ഭവ കാലമാണ് ഞാൻ പറഞ്ഞ 12:15 മുതൽ 1:30 വരെ. ഈ സമയം മഹാദേവന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു നെയ്ദീപം തെളിയിച്ചു വെച്ച് ശരീരം മാത്രമല്ല മനസ്സും ശുദ്ധമായിരിക്കണം. ആരോടും അനാവശ്യമായ ദേഷ്യമോ വാശിയോ അഹങ്കാരമോ അസൂയയോ ഇല്ലാതെ സദാ ഭഗവാന്റെ നാമം മാത്രം മനസ്സിൽ ഉച്ചരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഏതൊരു വ്രതം എങ്ങനെ അനുഷ്ഠിക്കുകയാണെങ്കിലും ഒരു കാര്യം മാത്രം എപ്പോഴും ഓർക്കുക. ഒരു അഴുക്ക് പിടിച്ച ബെഞ്ചിലോ ചെയറിലോ സാധാരണ മനുഷ്യരായിട്ടുള്ള നമ്മൾ പോലും ഇരിക്കില്ല. പിന്നെ എങ്ങനെയാണ് അഴുക്ക് പിടിച്ച ഒരു മനസ്സിൽ ഭഗവാനെ കുടിയിരുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഭഗവാൻ നമുക്കുള്ളിൽ നിറയണം. നമ്മുടെ കുടുംബത്തിൽ ഭഗവാന്റെ അനുഗ്രഹവും ചൈതന്യവും ഐശ്വര്യവും നിറയണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ വീട് പോലെ ശരീരം പോലെ നമ്മുടെ മനസ്സും ശുദ്ധമാക്കുക. അതിനുള്ള പ്രാപ്തി നമ്മൾ നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു വ്രതം അനുഷ്ഠിക്കുന്നതിന് മുമ്പ്, ഭഗവാനെ നമുക്കുള്ളിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം. ഇനി മഹാദേവന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു നെയ്ദീപം തെളിയിച്ച് വെച്ച് നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരുന്ന് നട്ടെല്ല് നിവർത്തി ഇരുന്ന് സദാ ഭഗവാന്റെ നാമം ഓം നമ ശിവായ എന്ന നാമം ചൊല്ലാം. അല്ലെങ്കിൽ ശിവ പഞ്ചാക്ഷരി മന്ത്രം, ശിവപുരാണം അറിയുമെങ്കിൽ നിങ്ങൾക്കത് പാരായണം ചെയ്യാവുന്നതാണ്. ഇനി അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ഇരിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഇനി രാത്രി ഉടനീളം ഉറങ്ങാതെ ഇരിക്കുന്നവർ, അതിനുള്ള സാഹചര്യമുള്ളവർ അങ്ങനെ തന്നെ ചെയ്യുക. വലിയൊരു ഭാഗ്യമാണ്. 16-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് വീട്ടിൽ പൂജ ചെയ്ത് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി തൊഴുതു വന്ന് ചന്ദ്രനെ കണ്ട് ഉറങ്ങാവുന്നതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാ പുകഴും തിരുച്ചെന്തൂർ മുരുകനുക്ക്. ഓം നമ ശിവായ. ഓം ശരവണ ഭവ.